Good morning. Okay. ജോയിൻ ചെയ്ത് വന്നേ ഉള്ളല്ലോ, 30 പേരായിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? യെസ്, കഴിച്ചിട്ടാണ് എല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എന്ത് പറ്റി 9 പേരായിട്ടുള്ളല്ലോ? ജോയിൻ ചെയ്തുകൊണ്ടിരിക്കാന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിനി ഈ ചാപ്റ്റർ അധികം ഇല്ല കേട്ടോ. 1-2 ക്ലാസ്സും കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാവുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കിനി ഓൾമോസ്റ്റ് എന്താണ് ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുവിധം തീരാറായോ? 7th മൊഡ്യൂളിലേക്ക് കടന്നില്ലേ മിക്ക ടീച്ചേഴ്സ് ഒക്കെ? യെസ്. ഇനിയിപ്പോ നമ്മൾ മാത്രല്ലേ 6th മൊഡ്യൂളിലുള്ളൂ, ബാക്കി എല്ലാവരും 7th മൊഡ്യൂളിലേക്ക് കയറിയില്ലേ? ബാക്കി എല്ലാ ടീച്ചേഴ്സും കയറിയിട്ടുണ്ട് അല്ലേ? ഞാനിപ്പോ ജോയിൻ ചെയ്തപ്പോഴാണെങ്കിലും ആതിര മിസ് അവിടെ 5th മൊഡ്യൂളിൽ നിൽക്കായിരുന്നു. നമുക്ക് കുറെ ഉണ്ടായിരുന്നല്ലോ. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു സെക്ഷനെ മിസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും 6th കയറിയപ്പോ നമ്മള് 5th ചാപ്റ്ററിൽ തന്നെയായിരുന്നു നിന്നത് അല്ലെ? 5th ഒത്തിരി പോർഷൻസ് ഓൾറെഡി എടുക്കാണ്ടായിരുന്നു. പിന്നെ 6th നമ്മള് 2ാമത്തെ ചാപ്റ്റർ ആണ് ഇപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു ഇതിലാഗ് വന്നത്. ഇനിയിപ്പൊ എന്റെ പോർഷൻസ് തീരുവാണെങ്കിൽ ഇനി ഏതെങ്കിലും മിസ്സുമാർക്കിടെ അവിടെ പെൻഡിങ് ആയിട്ട് തീരാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സെക്ഷൻ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ വേഗം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയം നമുക്ക് റിവിഷനായിട്ട് ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്കപ്പോ കുറച്ചും കൂടി ഇതായിരിക്കും. വേറെ മൊഡ്യൂൾ എക്സാം ഒന്നും നിങ്ങൾക്ക് ഇല്ലല്ലോ, നേരെ മെയിൻ എക്സാം ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് റിവിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പ്രയോജനമായിരിക്കും. HSI എന്ന് പറഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ എക്സാം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓൾറെഡി ആ മൊഡ്യൂൾ എക്സാമിന് കുറച്ചൊക്കെ പഠിച്ചു വെക്കും അല്ലേ? അപ്പൊ മെയിൻ എക്സാമിലേക്ക് വരുമ്പോ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇത് പഠിക്കണല്ലേ നിങ്ങള്? എക്സാം ഇല്ലാന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്നില്ലല്ലോ അല്ലെ? മോക്ക് ടെസ്റ്റുകളും ഇതൊക്കെ നമ്മൾ എടുക്കുന്നതും ഒക്കെ വായിച്ചു തന്നെ വെക്കുന്നില്ലേ? യെസ്. നമുക്ക് അങ്ങനെ വേഗം പോർഷൻസ് ഒക്കെ തീരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റിവിഷനും നിങ്ങൾക്കൊക്കെ തരാം. അപ്പൊ ഒരു പക്ഷെ നിങ്ങൾക്ക് റിവിഷൻ തരുന്ന, അപ്പൊ PGയുടെ എല്ലാ ബാച്ചിലെ കുട്ടികൾ പറയാറുണ്ട്, മിസ്സേ നമുക്ക് ആ റിവിഷൻ കിട്ടിയത് വളരെ പ്രയോജനമാണ്, മൊഡ്യൂൾ എക്സാം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ മെയിൻ എക്സാമിലേക്ക് വരുന്നതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് റിവിഷൻ തന്നോട്ടോ എന്ന് പറയാറുണ്ട്. നമ്മുടെ എന്തായാലും ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് റിവിഷൻ തരാം കേട്ടോ. ഓക്കെ, എത്ര 12 പേരായിട്ടുള്ളൂ ഇതുവരെ. ഞാനപ്പോ 1-2 പേര് കൂടിയൊക്കെ ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുന്ന. അപ്പൊ ഒന്നതിന് നിങ്ങളോട് വേറെ ഒന്നും സംസാരിക്കാറില്ലല്ലോ. അപ്പൊ എന്നാ ഒരു ചെറിയൊരു വിശേഷമൊക്കെ പറയുകയും ചെയ്യാം. അപ്പത്തേക്ക് കുറച്ച് പേര് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവരിതും കൂടി ജോയിൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ അത് പറഞ്ഞു നിർത്തിയത്? നമ്മള് ഹോസ്പിറ്റലിന്റെ ആവശ്യകത, ഫങ്ഷണൽ നീഡ്സ് ആവശ്യകത വിലയിരുത്തുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? ഏതൊക്കെയാന്ന് ഓർക്കണ്ടോ? ഏതൊക്കെയായിരുന്നു ആ 2 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞത്? നോക്കട്ടെ, വായിച്ചിട്ടുണ്ടോ, വായിക്കണ്ടോ എന്നൊക്കെ. ഇവിടെ വായിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ. ഏതൊക്കെയായിരുന്നു ആ 2 മെത്തേഡുകള്? എംപീരിക്കൽ മെത്തേഡും രണ്ടാമത്തത് അനലിറ്റിക് മെത്തേഡും ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എംപീരിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും ആണ്. എംപീരിക്കൽ മെത്തേഡിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എങ്ങനെയാണ് അവിടെ അനലൈസ് ചെയ്യുന്നത്? പാസ്റ്റിലെ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങളും പൊതുവായിട്ടുള്ള നിയമങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ രീതിയിൽ അവിടെ ഹോസ്പിറ്റലിന്റെ ആവശ്യകത വിലയിരുത്തുന്നത്. പാസ്റ്റ് ആയിട്ടുള്ള കാര്യം, മുൻകാലങ്ങളിലെ അനുഭവങ്ങളും പൊതുവായിട്ടുള്ള നിയമങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് അവിടെ വിലയിരുത്തുന്നത് എംപീരിക്കൽ മെത്തേഡില്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അപ്പൊ നമുക്ക് പുതിയ കാര്യങ്ങൾക്ക് അതൊരു തടസ്സം തന്നെയാണ് അല്ലെ? പുതിയതും വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ആ എംപീരിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു തടസ്സം തന്നെയാണ്. അതായത് എന്താ കാര്യം? ഇതെങ്ങനെയാണ് എംപീരിക്കൽ മെത്തേഡിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? മുൻകാലത്തിലെ അനുഭവങ്ങളും അതുപോലെ നിലവിലുള്ള നിയമങ്ങളും ഒക്കെ വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്.
അതുകൊണ്ട് തന്നെ ഇപ്പത്തെയുള്ള പുതിയതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് ഇത് പലപ്പോഴും ഈ ഒരു മെത്തേഡ് തടസ്സമാണെന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതായത് ആ മുൻകാലത്ത് പിന്തുടർന്നു കൊണ്ടുപോകുന്ന മാനദണ്ഡങ്ങളെയും പൊതുതത്വങ്ങളെയും മാത്രം അമിതമായിട്ട് ആശ്രയിക്കുന്നത് കൊണ്ട് എന്തുകൂടി ചാൻസ് ഉണ്ട് അവിടെ തെറ്റുകൾ വരാൻ, അല്ലെ? പഴയ തെറ്റുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പഴയ തെറ്റുകൾ തന്നെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യത എംപിരിക്കൽ മെത്തേഡിലുണ്ട്. ഓക്കെ, ഇനി അനലിറ്റിക്കൽ മെത്തേഡ് എങ്ങനെയാണ്? മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡമോ അല്ലെങ്കിൽ നിയന്ത്രണ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതിന്റെ സ്വാധീനം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ആ എംപിരിക്കൽ മെത്തേഡിന്റെ പോരായ്മകളെ മറികടക്കാൻ ഈ അനലിറ്റിക്കൽ മെത്തേഡിന് പറ്റും. അപ്പൊ നല്ല ഫലം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് മെത്തേഡുകളും, എംപിരിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് സാധാരണയായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദ എക്സ്റ്റെന്റ് ഓഫ് ഫങ്ഷണൽ നീഡ് ഫോർ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ആവശ്യകത വിലയിരുത്താനായിട്ട് രണ്ട് മെത്തേഡുകളും ഒരുമിച്ചാണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയിരുന്നില്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബെഡ് പ്ലാനിങ്. ബെഡിന്റെ ആസൂത്രണം. അപ്പൊ ഹോസ്പിറ്റലിൽ ബെഡ്സ് വേണ്ടേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, HI തന്നെ പഠിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ബെഡ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഓരോ ഹോസ്പിറ്റലിന്റെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും ഇൻട്രൊഡക്ഷനിലും നമ്മൾ ആ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോന്നിട്ടുണ്ട് അവിടെ. അപ്പൊ ഒരു ബെഡിന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞത് എങ്ങനെയാ നോക്കി. It is unlikely that elaborate calculation to determine the number of beds will be required in starting a new hospital anywhere, because the bed population ratio has never reached adequate levels anywhere. പറഞ്ഞേക്കണേ, നമ്മളെ ഈ നമ്പർ ഓഫ് ബെഡ്സ് അത് നിർണ്ണയിക്കുക, അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നതിന് വലിയ കണക്കുകൂട്ടലിന്റെ ആവശ്യമില്ല. സങ്കീർണമായിട്ടുള്ള കണക്ക് കൂട്ടലുകള് നടത്തേണ്ട ആവശ്യമില്ല. ഏതില്? നമ്പർ ഓഫ് ബെഡ്സിന്റെ കാര്യത്തില്. എന്താ അങ്ങനെ വലിയ കണക്കുകൂട്ടലൊന്നും വേണ്ട എന്ന് പറയുന്നത്? എന്താ കാര്യം? The bed population ratio has never reached. Bed population ratio ഒരിക്കലും എത്തിപ്പെട്ടിട്ടില്ല adequate level anywhere. നമ്മുടെ ഈ ലോകത്ത് ഒരു സ്ഥലത്ത് പോലും, എവിടെ പോലും ആ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് അത് കൈവരിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ പര്യാപ്തമായിട്ടുള്ള അളവില് എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ വലിയ കാൽക്കുലേഷൻസ് നടത്തേണ്ട ആവശ്യമില്ല. അതായത് ഒരു എവിടെയാണെങ്കിലും നമ്മളൊരു പുതിയ ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് ബെഡ്സ്, അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് തലമുകഞ്ഞ അല്ലെങ്കിൽ വലിയ കാൽക്കുലേഷൻസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ പ്ലാനിങ് പോലെ ഒരുപാട് നമ്മൾ വലിയ രീതിയിലൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, പ്ലാനിങ് നടത്തേണ്ട ആവശ്യമില്ല. എന്താ കാര്യം അങ്ങനെ പ്ലാനിങ് നടത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് എന്താ? ബിക്കോസ് ദ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഹാസ് നെവർ റീച്ച്ഡ്. ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല. ഇങ്ങനെ ആഡിക്വേറ്റ് ലെവൽ എനിവെയർ. അപ്പൊ അതായത് ഒരു സ്ഥലത്ത് നമുക്ക് പര്യാപ്തമായിട്ടുള്ള അളവില് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ അവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പൊ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ബെഡ് നമ്പർ ഓഫ് ബെഡ്സ് വേണമെന്നല്ല ശരിക്കും ആ റേഷ്യോ, അതൊരിക്കലും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പൊ വെറുതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഒരുപാട് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അതിന് വലിയ കാൽക്കുലേഷൻസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഒരിക്കലും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പോപ്പുലേഷന്റെ അനുസരിച്ചുള്ള ബെഡ് പോപ്പുലേഷൻ റേഷ്യോ അത് ഒരിക്കലും ഒരു സ്ഥലത്തും എനിവെയർ എവിടെയാണെങ്കിലും നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, ആഡിക്വേറ്റ് ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഒരുപാട് കാൽക്കുലേഷൻസ് അവിടെ നടത്തേണ്ട കാര്യമില്ല. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Bed population ratio has never reached adequate level. അതുകൊണ്ടാണ് നമ്മൾ അധികം കാൽക്കുലേഷൻസ് വേണ്ട എന്ന് പറയുന്നത്. എന്താ, പര്യാപ്തമായിട്ടുള്ള അളവില് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. Even in cities where
it has achieved such a figure. More beds are required because of increasing urbanization. Urbanization എന്ന് പറഞ്ഞാൽ എന്താ? നഗരവൽക്കരണം. And high population density. ഉയർന്ന ജനസാന്ദ്രത. രണ്ട് കാര്യങ്ങളാ. വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും അതുപോലെ ഉയർന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മളെ പറഞ്ഞു ആവശ്യത്തിന് ബെഡ് ഉണ്ടെന്ന് കരുതുന്ന നഗരങ്ങളിൽ പോലും, even in cities where it has achieved such a figure, ആ ആവശ്യത്തിന് ബെഡ് ഉണ്ട് എന്ന് കരുതുന്ന ആ സിറ്റീസിൽ പോലും, അങ്ങനെയുള്ള നഗരങ്ങളിൽ പോലും എന്താണ് നമുക്ക് അത്രയും എത്താൻ പറ്റിയിട്ടില്ല. എന്താണ്? increasing urbanization and high population density കാരണം more beds are required. കൂടുതൽ ബെഡ് കൂടിയും ആവശ്യം. അപ്പൊ നമ്മൾ ഏകദേശം എന്താണ് ആ ഒരു റേഷ്യോയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കരുതുന്ന അത്രയും ഫിഗറിലേക്ക് എത്തി എന്ന് പറയുന്ന ആ നഗരങ്ങളിൽ പോലും എന്താണ് പിന്നെയും കൂടുതൽ ബെഡ്സ് ആവശ്യമായിട്ട് വരിക. എന്താ കാര്യം? more beds are required. അപ്പൊ അങ്ങനെ എത്തി എന്ന് പറയുന്ന നഗരങ്ങളിൽ പോലും കൂടുതൽ ബെഡ്സ് ആവശ്യമായിട്ട് വരിക. എന്താണ്? ഇൻക്രീസിംഗ് അർബനൈസേഷൻ, ഉയർന്ന വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ കൂടുന്നതിന്റെ അനുസരിച്ച് നമ്പർ ഓഫ് ബെഡ്സും വീണ്ടും കൂടണ്ടേ അല്ലെ? നമ്പർ ഓഫ് പോപ്പുലേഷൻസ് വീണ്ടും നമ്പർ ഓഫ് പോപ്പുലേഷൻ കൂടുന്നതിന് അനുസരിച്ച് കൂടുതൽ ബെഡുകളുടെ വീണ്ടും ആവശ്യകത ആയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, here it should be realized that the hospital facility in an area are not only utilized primarily but the population in the vicinity എന്ന് പറഞ്ഞാൽ സമീപത്ത് of the hospital, but also by the people who will constitute the indirect population in the large catchment area. Catchment area എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പ്രവർത്തന പരിധിയിൽ വരുന്നത് അല്ലെങ്കിൽ സേവന മേഖല. കാച്ച്മെന്റ് ഏരിയ സേവന മേഖല അല്ലെങ്കിൽ പ്രവർത്തന പരിധിയിൽ വരുന്ന മേഖല ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കിയേ, അത് നമ്മൾ റിയലൈസ് ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളില്ലേ, അത് ആ ഹോസ്പിറ്റൽ എവിടെയാണോ അതിന്റെ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മാത്രം കിട്ടുന്ന രീതിയിലാവരുത്. അവിടുത്തെ പോപ്പുലേഷന് വേണ്ടി മാത്രം ആകരുത് ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി എന്ന് പറയുന്നത് ആ അവിടുത്തെ, അതായത് ആ ഹോസ്പിറ്റലിന്റെ ആ പ്രദേശത്തുള്ള പോപ്പുലേഷന് മാത്രം, അവർക്ക് മാത്രം പ്രയോജനപ്പെടുന്ന രീതിയിലാകരുത്. പിന്നെ എന്താണ്? ഓൾസോ ദേ പീപ്പിൾ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻഡയറക്റ്റ് പോപ്പുലേഷൻ. ഡയറക്റ്റ് അല്ല, കുറച്ചുകൂടി അതിന്റെ ആ ഒരു പരിധിയിൽ വരുന്നെങ്കിലും നമുക്ക് അതായത് കുറച്ചുകൂടിയും ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രവർത്തന പരിധിയിൽ വരുന്ന ഹോസ്പിറ്റലുകൾക്കും ആളുകൾക്ക് കൂടി അതിന്റെ ഇൻഡയറക്ട് പോപ്പുലേഷൻ അത് നേരിട്ട് തൊട്ടടുത്തുള്ള അല്ലാതെ കുറച്ചും കൂടി ദൂരേക്കുള്ള, അതായത് ആ ഒരു പ്രവർത്തന പരിധിയിൽ വരുന്ന സേവന മേഖലയിൽ വരുന്ന ആളുകൾക്കും കൂടി പ്രയോജനം കിട്ടുന്ന രീതിയിലായിരിക്കണം ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി എന്ന് നമ്മളത് മനസ്സിലാക്കണം. മനസ്സിലായോ എന്താ അവിടെ ഉദ്ദേശിച്ചേക്കുന്നേ? അതായത് തൊട്ടടുത്തുള്ള ആളുകൾക്ക് മാത്രം സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിലാകരുത് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി. അതായത് ഹോസ്പിറ്റലിനോട് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവർക്കും സൗകര്യം കിട്ടുന്ന പോലെയല്ല. നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ആ ഇൻഡയറക്റ്റ് പോപ്പുലേഷനും കൂടി, അതായത് കുറച്ചുകൂടി വലിയ കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സമീപ പ്രദേശങ്ങളിൽ, അതായത് സേവന മേഖല, തൊട്ടടുത്തല്ല, അതിന്റെ സേവന മേഖലകൾ അല്ലെങ്കിൽ പ്രവർത്തന പരിധിയിൽ വരുന്ന ലാർജ് പോപ്പുലേഷനും കൂടി ആ സൗകര്യങ്ങൾ കിട്ടുന്ന രീതിയിലായിരിക്കണം ആ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങൾ എന്ന് നമ്മൾ യഥാർത്ഥത്തില് മനസ്സിലാക്കണം. ഇനി അവിടെ നോക്കിയേ, when these population factors are worked out, the calculation for total bed requirement can processed as per the guidelines of WHO. WHO പഠിച്ചിട്ടുണ്ടല്ലോ. WHO എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് WHO എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ അല്ലെ? ഡെഫിനിഷൻ WHO ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ ഒക്കെ
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ എങ്ങനെയായിരിക്കണം ഈ രണ്ട് തരത്തിലുള്ള ജനസംഖ്യാ ഘടകങ്ങള്, പോപ്പുലേഷൻസിനെയും ജനങ്ങളെയൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ അവിടെ ആവശ്യമായിട്ടുള്ള ബെഡിന്റെ എണ്ണം കണ്ടെത്താനുള്ള കണക്ക് കൂട്ടലുകള് എന്തിന്റെ മാനദണ്ഡത്തിനനുസരിച്ചായിരിക്കണം? WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള പോപ്പുലേഷൻ പറഞ്ഞു. അതായത് ആ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരും ആ ഹോസ്പിറ്റലിന്റെ ആ കാച്ച്മെന്റ് ഏരിയ, ലാർജർ കാച്ച്മെന്റ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ഇൻഡയറക്റ്റ് പോപ്പുലേഷനും കൂടി ആ സൗകര്യം കിട്ടുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ജനസംഖ്യാ ഘടകങ്ങളെയും കണക്കിലെടുത്തു കഴിഞ്ഞാൽ ആകെ ആവശ്യമായിട്ടുള്ള ബെഡുകളുടെ എണ്ണം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? എന്തിനനുസരിച്ചാണ്? അവിടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ ആ ബെഡ് പോപ്പുലേഷൻ അത് നമ്മൾ കണ്ടെത്തുന്നത്. ആവശ്യമായിട്ടുള്ള ബെഡുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അതിനകത്ത് എന്താ നമ്മൾ പറഞ്ഞേക്കണേ? മൊത്തം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പുതിയ ഹോസ്പിറ്റൽ എവിടെ സ്റ്റാർട്ട് ചെയ്താലും ഈ നമ്പർ ഓഫ് ബെഡ്സിന്റെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ലോകത്ത് എവിടെയും നമ്മൾ ആ ബെഡ് പോപ്പുലേഷൻ റേഷ്യോ അപര്യാപ്തമായിട്ടുള്ള അളവില് അവിടെ എത്തിയിട്ടില്ല, ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. ഇനി നമ്മൾ അങ്ങനെ ആ ഒരു ബെഡ് പോപ്പുലേഷൻ റേഷ്യോ എത്തി എന്ന് കരുതുന്ന, അത് കറക്റ്റായി എന്ന് കരുതുന്ന നഗരങ്ങളിൽ പോലും എന്താണ് വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും അതുപോലെ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയും കാരണം പിന്നെയും കൂടുതൽ ബെഡുകൾ ആവശ്യമായിട്ട് വരും. ഇനി നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി ആ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള പോപ്പുലേഷന് മാത്രം പ്രയോജനം കിട്ടുന്ന രീതിയിലാകരുത്. ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രദേശങ്ങളിൽ, അതായത് പ്രവർത്തന പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ സേവന മേഖലയിൽ വരുന്ന ഇൻഡയറക്റ്റ് പോപ്പുലേഷനെ കൂടി സൗകര്യങ്ങള് കിട്ടുന്ന രീതിയിലായിരിക്കണം. അപ്പോ ഇവിടെ എന്താണ്, നമ്മൾ ആ രണ്ട് ഘടകങ്ങളെയും, തൊട്ടടുത്തുള്ളവരും ഇൻഡയറക്റ്റ് ആയിട്ടുള്ളവരെയും പോപ്പുലേഷനും, ഈ രണ്ട് ഘടകങ്ങളെയും കണക്കിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബെഡ് വേണം എന്ന് കണക്ക് കൂട്ടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം നമ്പർ ഓഫ് ബെഡ്സ് എത്ര വേണം എന്ന് കണക്ക് കൂട്ടുന്നത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്കൊന്ന് വായിച്ചതും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ. പിന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്താൽ മതി അവിടെ. അപ്പൊ നമ്മൾ അവിടെ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടായിരുന്നു. പിന്നെ വേണേ ഞാൻ രണ്ടാമത്തെ സെന്റൻസും കൂടി അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. കൂടുതൽ ബെഡ്സ് ആവശ്യമാകുന്നത് എന്തുകൊണ്ടാ? അർബനൈസേഷൻ, വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും പിന്നെ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയും കാരണം. നിങ്ങൾക്ക് ഇങ്ങനെ ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്ന് എഴുതാൻ പറ്റൂലേ? അല്ലെ? കൂടുതൽ ബെഡ്സ് എന്താ ആവശ്യമായിട്ട് വരുന്നേ? എന്താണ്? ഇൻക്രീസിങ് അർബനൈസേഷൻ, ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഈ രണ്ട് കാരണം കൊണ്ട്. ഓക്കെ. പിന്നെ ലാസ്റ്റത്തെയും കൂടി അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അവിടെ നമ്മൾ എങ്ങനെയാണ് ബെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിന്റെ മാനദണ്ഡം അനുസരിച്ചായിരിക്കണം ബെഡ് നമ്പർ ഓഫ് ബെഡ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? WHO മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒക്കെ? ഓക്കെ. എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കിയാണ് വെക്കണേ. ഇത്തിരി ബുദ്ധിമുട്ടാണ് 6th 7th മൊഡ്യൂളില് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ക്ലാസ് പോണത്. ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടോ? ഒട്ടും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്? ഒരുപാട് ടഫായിട്ട് തോന്നുന്നത് ഇല്ല? കുഴപ്പമില്ല. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, ഹോസ്പിറ്റലിന്റെ സൈസ് ആണ്. ഹോസ്പിറ്റൽ സൈസ്. നിങ്ങൾക്ക് സോളി മിസ്സിന്റെ ഓർഗനൈസേഷൻ ബിഹേവിയർ അത് തീരാറായിട്ടുണ്ട് ആ ചാപ്റ്റർ? ഓൾമോസ്റ്റ് അത് തീരാറായോ? വലിയ ചാപ്റ്റർ ആണ് അതും. തീരാറായിട്ടുണ്ട് അല്ലെ?
ഇനി ഹോസ്പിറ്റലിന്റെ സൈസ് ആണ് കേട്ടോ. ഇനി ഹോസ്പിറ്റലിന്റെ സൈസ് നോക്കിയേ എങ്ങനെയൊക്കെ ആയിരിക്കണം നോക്കിയേ. ബിറ്റ്വീൻ എ വെരി ലാർജ് ഹോസ്പിറ്റൽ ഓഫ് സേ 1000 beds or so which become extremely unwieldy. Unwieldy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ unwieldy to operate. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് വെരി ലാർജ് ഹോസ്പിറ്റൽ ഓഫ് സേ 1000 beds, അതായത് 1000 ബെഡ്സ്, 1000 ബെഡ്സ് വരെ നമ്മള് വെരി ലാർജ് ഹോസ്പിറ്റല് അതിന്റെ നമ്മൾ പറഞ്ഞില്ലേ ഇതിന്റെ അനുസരിച്ച് 1000 ബെഡ്സ് വരെ, അതായത് ആ ഒരു 1000 കൂടുതൽ അല്ലെ, മോർ ദാൻ 1000, അതായത് ഒരു 1000 ഇച്ചിരി കൂടുതലൊക്കെ വരുന്ന ബെഡ്സ്, അങ്ങനെയുള്ള ബെഡുള്ള വലിയ ഹോസ്പിറ്റലുകളില്ലേ, അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റൽസ് അവിടെ നിയന്ത്രിക്കാനും അത് പ്രവർത്തിപ്പിക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ എന്താണ് വലിയ ബുദ്ധിമുട്ടാണെന്ന്. ഇറ്റ്സ് ബിക്കം എക്സ്ട്രീംലി unwieldy to operate. അത് അപ്പൊ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ അറിയാം, ചെറിയ ഹോസ്പിറ്റലാണ് വേഗം നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പോകാം. ഒരു വലിയ ഹോസ്പിറ്റൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്, 1000 ബെഡ്സ്, അതൊക്കെ അത്രയും ഉള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. ചെറുത് ചെയ്യണ പോലെ വലിയ കാര്യങ്ങളാവുമ്പോ ഇത്തിരി പാടല്ലേ. ചെറിയ ചാപ്റ്റർ വേഗം പഠിച്ചു കഴിയും, വലിയ ചാപ്റ്റർ ആവുമ്പോ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ, ആണോ? അല്ലേ? അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പൊ അതുപോലെ നമ്മൾ എന്താണ് 1000 ബെഡ്സ് ഒക്കെ അത്രയൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളെ നിയന്ത്രിക്കാനും അവിടെ പ്രവർത്തിപ്പിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇൻ എ ക്രിസ്റ്റൽ ഹോസ്പിറ്റൽ ഓഫ് സ്റ്റേ 50 ബെഡ്സ്, എന്നാ 50 ബെഡ്സ് കുറവാണ് അല്ലെ, ഏറ്റവും 50 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റൽ, 50 ബെഡ്സ് ഉള്ള ചെറിയ ഹോസ്പിറ്റല് അങ്ങനെയാണെങ്കിലോ അവിടെ നോക്കിയേ ബെഡ്സ് ഓൾസോ എ നമ്പർ ഓഫ് ബെഡ് സ്ട്രെങ്ത് പോസിബിൾ ഡിപ്പെൻഡിങ് ദ നീഡ്സ് ഓഫ് ഈച്ച് ഏരിയ. അപ്പോ ഇവിടെ 50 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിലോ ആ ഒരു പ്രദേശത്തിന്റെ ആവശ്യകതകളെയൊക്കെ നിറവേറ്റാൻ കഴിഞ്ഞെന്നും വരിക ഉണ്ടോ. അവിടെ നിങ്ങൾ ഡിപ്പെൻഡിങ് ദ നീഡ് ഓഫ് ഈച്ച് ഏരിയ, അവിടെ ഒരു നമ്പർ അവിടെ വന്നിട്ടുണ്ട്, അതൊന്നും വേണ്ട കേട്ടോ. ഡിപ്പെൻഡിങ് ദ നീഡ് ഓഫ് ഈച്ച് ഏരിയ, അതായത് 50 ബെഡ്സ് ഉള്ള ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ ആ പ്രദേശത്തിലെ ആളുകളുടെ എന്താണ് ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിഞ്ഞെന്നും വരൂല. അപ്പൊ 1000 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റലിൽ എന്താ സംഭവം, അവിടെ നിയന്ത്രിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. എന്നാൽ 50 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിലോ അവിടെ എന്താണ് ആ പ്രദേശത്തിലെ ആളുകളുടെ ആവശ്യങ്ങളെ നിറവേറ്റാനായിട്ടും കഴിഞ്ഞെന്നും വരില്ല. രണ്ട് പ്രശ്നല്ലേ അല്ലേ? ഒരു ഇതൊക്കെ പറയല്ലോ, ഒന്നില്ലെങ്കിൽ കുറുപ്പിന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്നൊക്കെ പറയില്ലേ, നമ്മള് പറയാറില്ലേ. വലിയതാണെങ്കിൽ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ പ്രവർത്തിക്കാനും നിയന്ത്രിക്കാനും പാടും. എന്നാൽ ചെറുതാണെന്ന് വിചാരിച്ചാലോ, ചെറിയ ഹോസ്പിറ്റൽ നമ്പർ ഓഫ് ബെഡ്സ് 50 ഉള്ളെങ്കിലോ എന്നാൽ അവിടുത്തെ പ്രദേശത്തിലെ ആളുകളുടെ ആവശ്യകതകളെയൊക്കെ നിറവേറ്റാനും പറ്റൂല. രണ്ടിനും പ്രോബ്ലം അല്ലേ. എന്നാൽ പ്രദേശത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റാൻ കഴിഞ്ഞെന്നും വരൂല. ഫ്രം a functional efficiency standpoint, it is advisable to plan 2 separate hospitals. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ നമുക്ക്. അതെന്താ പറഞ്ഞേക്കാം, to plan 2 separate hospitals of 400 beds. Each will go for future expansion rather than single one of 800 beds. അപ്പൊ അതിന് നമ്മളൊരു സൊല്യൂഷൻ ഉള്ള രീതിയിൽ എന്താ, നമ്മുടെ ഈ ഒരു പ്രവർത്തനക്ഷമതയെ നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ 800 ബെഡ്സ് ഉള്ള ഒരു വലിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിനേക്കാൾ 800 ബെഡ്സ് വരെയുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിനേക്കാൾ ഏതാണ് നല്ലതെന്നാ പറഞ്ഞേക്കുന്നത്, 400 ബെഡ്സ് ഉള്ള 2 സെപ്പറേറ്റ് ഹോസ്പിറ്റൽസ് നിർമ്മിക്കുന്നതാണ്. അതാണ് കുറച്ചും കൂടി ഒരു പ്രയോജനം. ഇത് നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലോ ആലോചിച്ച് നോക്കിയേ, 800 ബെഡ്സ് ഉള്ള ഒറ്റ ഹോസ്പിറ്റല്, അതിന് പകരമായിട്ട് നമ്മൾ 400 ബെഡ്സ് വീതമുള്ള 2 ഹോസ്പിറ്റൽ, അപ്പൊ 800 ആയില്ലേ. അപ്പോഴും 800 ആയില്ലേ. 400 വീതമുള്ള 2 ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ ഇവിടെ ഈ ഹോസ്പിറ്റൽ 400 ബെഡ്സ്, വേറെ ഹോസ്പിറ്റലിൽ 400 ബെഡ്സ്, ടോട്ടല് 800 ബെഡ്സ് ആയി. അപ്പൊ 800 ബെഡ്സ് ഉള്ള ഒരൊറ്റ ഹോസ്പിറ്റല് നിർമ്മിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാ 400
ബെഡ്സുകളുള്ള 2 ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിലായോ? 400 ബെഡ്സ് ഉള്ള 2 ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വരുമ്പോ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? ഇത് ഫ്യൂച്ചറിലേക്ക് ഇനി എന്തെങ്കിലും എക്സ്പാൻഷൻ വേണമെങ്കിൽ ഭാവിയിലെ സൗകര്യങ്ങള് വികസിപ്പിക്കാൻ കുറച്ചും കൂടി സഹായകമാകും. അപ്പൊ ആ 400 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം. ഒരു 100 ബെഡ് കൂടി ചേർക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നേരെ എളുപ്പമല്ലേ? 100 കൂടി ചേർത്ത് 500 ബെഡാക്കി. 200 ബെഡും കൂടി ചേർക്കണം എന്ന് വെച്ചാൽ 400 ആയുള്ളൂ. ഇപ്പുറത്ത് 200 ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് 600 ആയി. അപ്പൊ മൊത്തം രണ്ടും കൂടി ആകുമ്പോ 1200 ആയില്ലേ? അപ്പൊ 1000-നേക്കാളും കൂടുതലായില്ലേ? ആ ഒരൊറ്റ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിനേക്കാളും 2 സെപ്പറേറ്റ് ഹോസ്പിറ്റൽ നിർമ്മിച്ചപ്പോൾ 2ലും നമ്പർ ഓഫ് ബെഡ്സ് നമ്മൾ കൂട്ടുകയാണ്. ഭാവിയിൽ അത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ 1000 ബെഡ്സിനേക്കാളും 2 ഹോസ്പിറ്റൽ വന്നപ്പോ 2 ഹോസ്പിറ്റലിനും കൂടി 1200 ബെഡ് അവിടെ കിട്ടിയില്ലേ? 600 വീതാണെങ്കിൽ കിട്ടിയോ? അപ്പൊ അതല്ലേ കുറച്ചും കൂടി നല്ലത്? നമ്മൾ ഒറ്റ വലിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിനേക്കാളും നമ്മൾ 400 ബെഡ്സ് ഉള്ള 2 സെപ്പറേറ്റ് ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാം അവിടെ. ഇനി ഭാവിയിലേക്ക് സൗകര്യങ്ങൾ വികസിപ്പിക്കാനായിട്ട് കൂടുതൽ സഹായകരമാകും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ? 100 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റല് 1000 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ നിയന്ത്രിക്കാനും പ്രവർത്തിക്കാനും ബുദ്ധിമുട്ട്. എന്നാൽ 50 ബെഡ്സ് ആണെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യകതയെ അത് പാലിക്കാനും പറ്റില്ല, നിറവേറ്റാനും പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ 800 ബെഡ്സ് ഉള്ള ഒരു ഒറ്റ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിനേക്കാൾ 400 ബെഡ്സ് വീതമുള്ള 2 സെപ്പറേറ്റ് ഹോസ്പിറ്റൽസ് നിർമ്മിക്കുകയാണ് നല്ലത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? ഭാവിയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനുമുള്ള ഒരു അവസരം കൂടി ഉണ്ട്. ഓക്കെ, പാരഗ്രാഫ് ഓക്കെ അല്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി അവിടെ. On the other hand, ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് എ സ്മോൾ ഹോസ്പിറ്റൽ ഓഫ് 50 ബെഡ്സ് ഇറ്റ് വുഡ് ബി പ്രോഫിറ്റബിൾ. പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം. If these beds are added to an existing hospital in an area under an expansion project rather than separate hospital. ഇനി അവിടെ വേറെ രീതി പറയാം. അതായത് 50 ബെഡ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടി ലാഭകരം. എന്താ പറഞ്ഞേക്കുന്ന അവിടെ? വേറെ മറ്റു തരത്തിൽ പറയുകയാണെങ്കിൽ 50 ബെഡ്സ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു ഹോസ്പിറ്റല് ബിൽഡ് ചെയ്യുന്നതിനേക്കാളും എന്താണ് പ്രോഫിറ്റബിൾ, കുറച്ചും കൂടി നമുക്ക് ലാഭകരം എന്ന് പറയുന്നത് നിലവിലുള്ള ഹോസ്പിറ്റല് അതിന്റെ ഭാഗമായിട്ട് ഒരു 50 ബെഡ്സും കൂടി ചേർക്കുന്നതാണ് നല്ലത്. എന്താ നിങ്ങൾക്കത് മനസ്സിലായേ? 50 ബെഡ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ നമ്മൾ പുതിയതായിട്ട് നിർമ്മിക്കാം. അതിനും ഈ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഒക്കെ വേണ്ടേ? ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പ്ലാനിംഗ് ഒക്കെ നമ്മളിപ്പോ പഠിച്ചു വരികയല്ലേ? ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അത്? പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റണതാ. അപ്പൊ ഒരു 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുകയാണ്. അതിനേക്കാളും കുറച്ചും കൂടി ലാഭകരം എന്താ? ഒരു 400 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റലില് ഒരു 50 ബെഡും കൂടി അവിടെ എക്സ്റ്റെൻഡ് ചെയ്താൽ പോരെ? ഓൾറെഡി ഉള്ള ഹോസ്പിറ്റലില് നമ്മൾ ഒരു 50 ബെഡ്സ് കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ എളുപ്പമല്ലേ? അപ്പൊ ആദ്യം മുതൽ നമ്മൾ പണിയണോ? വേണ്ടല്ലോ? എളുപ്പമല്ലേ? ഇപ്പൊ നമ്മളൊരു പുതിയ വീട് ഉണ്ടാക്കുന്നതാണോ? ഇപ്പൊ പഴയ വീട് ഇത്തിരി നമുക്ക് സൗകര്യം കുറവാ, അപ്പൊ 2 മുറി അതിൽ എക്സ്ട്രാ കൂട്ടിച്ചേർക്കാണോ നല്ലത്? ഏതാ നമുക്ക് പ്രോഫിറ്റബിൾ, ലാഭം? പഴയ വീട്ടിൽ ഒരു എക്സ്ട്രാ 2 മുറിയും കൂടി ചേർക്കല്ലേ നല്ലത്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ആദ്യം മുതൽ ഒരുപാട് പൈസയാവും അല്ലെ? ആദ്യം മുതൽ നമ്മൾ വനം കോരണം, തറ കെട്ടണം, മുകളിലേക്ക് പണിയണം, വാർക്ക, ഇതെല്ലാം എക്സ്ട്രാ നമുക്ക് കൂട്ടിച്ചേർത്ത് തന്നെയാണ് നമുക്ക് പ്രോഫിറ്റബിള്. അതുകൊണ്ട് ഒരുപാട് വീടുകൾ ഇപ്പൊ അങ്ങനെ പണിയണല്ലേ? പുതിയത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പഴയ വീടുകൾ തന്നെ മെയിൻ്റെനൻസ് ചെയ്ത് എക്സ്ട്രാ നമ്മൾ കുറച്ചും കൂടി പ്ലാനൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ ആക്കി എക്സ്ട്രാ ആഡ് ചെയ്തെടുക്കല്ലേ?
ഇഷ്ടംപേരെ റിനോവേറ്റ് ചെയ്തെടുക്കണല്ലേ വീടുകളൊക്കെ. അതാകുമ്പോ നമുക്ക് ലാഭ. ഹോസ്പിറ്റലിന്റെ കാര്യത്തിലും അങ്ങനെയാ. പുതിയ ചെറിയ ഹോസ്പിറ്റല് 50 ബെഡ്സ് ഉള്ള ചെറിയ ഹോസ്പിറ്റല് നിർമ്മിക്കുന്നതിനേക്കാളും ലാഭം എന്ന് പറയുന്നത് ഒരു 400 ബെഡ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽസില് നമുക്ക് വീണ്ടും ഒരു 50 ബെഡ്സും കൂടി ആഡ് ചെയ്യുന്നത് തന്നെയാണ് ലാഭം. 50 ബെഡ്സും കൂടി നിലവിലുള്ള ഹോസ്പിറ്റലില് നമുക്ക് പുതിയത് പണിയുമ്പോൾ കുറേ പൈസയാണ്. അപ്പൊ നിലവിലുള്ള ഹോസ്പിറ്റലില് നമ്മൾ 50 ബെഡ്സ് കൂടി കൂട്ടിച്ചേർത്താണ് ലാഭകരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാവിയിലേക്ക് ഇത് വലിയൊരു ഹോസ്പിറ്റലായി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു പദ്ധതി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആദ്യം 50 ബെഡ്സുകളോടെ ആരംഭിക്കാം. ഇനി ഒരു കാര്യം കൂടി പറയണ്ട്. എന്താണെന്നറിയോ? ഇനി expectation to this would be if the projected demand is more than only 50 beds, then these 50 beds can start as the first phase of a bigger house with the appropriate element in land requirement and budget provision rule. അതായത് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇനി 50 ബെഡ്സ് ഉള്ള പുതിയ ഹോസ്പിറ്റൽ ഉണ്ടാക്കണം എന്ന് നിർബന്ധം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തും കൂടി നമ്മൾ നോക്കണം, ഭാവിയിൽ അത് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് 50 ബെഡ്സ് മാത്രമുള്ള ഒരു ഹോസ്പിറ്റല് ഉണ്ടാക്കുന്നത് നല്ലതെന്ന്. മനസ്സിലായി? അല്ലാതെ ഇനി ഞാനിപ്പോ ഒന്നും ചെയ്യൂല എന്നാണെങ്കിൽ കാര്യമില്ല. ഇപ്പൊ ഇനി ഞാനൊന്നും ഇനിയിപ്പൊ അതിലേക്കൊന്നും ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ 50 ബെഡ്സിനെ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഭാവിയിൽ അത് ചെയ്യാം. അതായത് ഭാവിയിൽ അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ ആണെങ്കിൽ മാത്രം നമുക്ക് 50 ബെഡുകളോടെ നമുക്ക് അവിടെ ആ ഒരു പ്രൊജക്റ്റ് ആരംഭിക്കാന്നാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പൈസ ഇല്ലാത്തവര് ആദ്യം വേണമെങ്കിൽ ഒരു റൂമും അടുക്കളയായിട്ട് വേഗം എടുക്കും. എന്നിട്ട് ബാക്കി വേണമെങ്കിൽ തറ അവിടെ കെട്ടിയിടും, അല്ലെങ്കിൽ പ്ലാൻ ഇടും. അപ്പൊ അവർക്ക് ഭാവിയിൽ അടുത്ത് ബാക്കിത്തെ പണിയാന്നുള്ളൊരിതില്ലേ. അതുകൊണ്ടല്ലേ അവർ ആദ്യം ചെറുതായിട്ട് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നമ്മൾ ഭാവിയിലേക്ക് ഇനി കൂട്ടാം എന്ന് മനസ്സിലുണ്ടെങ്കിൽ മാത്രം നമ്മൾ 50 ബെഡ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ എന്താ, പഴയ ഹോസ്പിറ്റലിനോട് 50 ബെഡ്സ് കൂടി ചേർത്താൽ മതി എന്ന്. ക്ലിയർ ആയോ നോക്കിയാ പാരഗ്രാഫ്? അതായത് നമ്മുടെ ഭാവിയിൽ അവിടെ കൂടുതൽ പേഷ്യന്റ് വരും. ഇനി ഭാവിയിൽ അവിടെ കൂടുതൽ പേഷ്യൻസ് വരുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ ഭാവി വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്പേസ് നമുക്ക് എന്താണ്, ഇനി നമുക്ക് കുറച്ചുകൂടി സ്പേസ്, അനുമതികൾ, ബഡ്ജറ്റ് എന്നിവ മാറ്റി വെച്ചുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് 50 ബെഡ്സുകളോടെ ആ ഹോസ്പിറ്റൽ ആരംഭിക്കാന്നാ പറഞ്ഞത്. അത് ഭാവിയിൽ ഇനി എക്സ്പാൻഡ് ചെയ്യും എന്ന് പ്രതീക്ഷയുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും വേണം അല്ലെ. ഇപ്പൊ നമ്മൾ 1 സെന്റ് കൊണ്ടുവന്ന് നമുക്ക് പണിയുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ നമുക്ക് ആ സ്ഥലവും കൂടി വേണം. ഇനി അവിടെ എന്തോരം വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു 100 ബെഡ്സോ അല്ലെങ്കിൽ 200 ബെഡ്സോ 500 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റൽ ഉണ്ടാക്കാവുന്ന അത്രയും സ്ഥലം ഉണ്ടെങ്കിൽ, അതിന് അനുമതി ഉണ്ടെങ്കിൽ, അതിനുള്ള ബഡ്ജറ്റ് കയ്യിലുണ്ടെങ്കിൽ, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ഫസ്റ്റ് ഫേസ്, ഈ പദ്ധതി എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഫേസ് ആയിട്ട് നമുക്ക് 50 ബെഡുകളോടെ പ്രവർത്തനം ഹോസ്പിറ്റല് നമുക്ക് പ്രവർത്തിപ്പിക്കാന്ന് പറയുന്നത്. അത് തുടങ്ങാം. ഭാവിയിൽ ഇനി അത് എക്സ്പാൻഡ് ചെയ്യണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം 50 ബെഡ്സുകളോടെ ഹോസ്പിറ്റൽ ആരംഭിച്ചാൽ മതി. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ പഴയ ഹോസ്പിറ്റലിൽ 50 ബെഡ് ചേർക്കാം. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ആ എക്സാമ്പിൾ പോലെ പറഞ്ഞത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ വേറെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് എ സ്മോൾ ഹോസ്പിറ്റൽ 50 ബെഡ്സ് ഉള്ള ചെറിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭകരം ഏതാണ്? ആഡിങ് ടു ആൻ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ ഇൻ ആൻ ഏരിയ. അവിടെ ആഡിങ് ദീസ് ബെഡ്സ് ഇഫ് ദീസ് ബെഡ്സ് ആർ ആഡഡ് ടു എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. നിലവിലുള്ള ഹോസ്പിറ്റലിനോട് 50 ബെഡ്സും കൂടി ആഡ് ചെയ്യുകയാണ് പ്രോഫിറ്റബിൾ. ആ ഒറ്റ സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിട്ടോ. ഓക്കെ. ഇനി നോക്കിയേ, if it is too large
the hospital tend to lose its personal touch, becoming an impersonal and unwieldy. Unwieldy എന്ന അസാധാരണമായ. അപ്പൊ നമ്മളെ ആദ്യം ഒരു കൺക്ലൂഷൻ എങ്ങനെ പറയപ്പോ ഈ പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ വലിപ്പം വളരെ വലുതാകാം അല്ലെങ്കിൽ ചെറുതാകാം അല്ലെ. അപ്പൊ അതിന്റെ നമ്മൾ എന്ത് നോക്കണം? ഹോസ്പിറ്റലിന്റെ വലിപ്പം എന്ന് പറയുന്നത് ചിലപ്പോ വലുതാകാം അല്ലെങ്കിൽ ചെറുതാകാം. പക്ഷേ അതിന്റെ കാര്യക്ഷമതയും ഭാവിയിലെ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്ത് വേണം അത് നമ്മൾ നിർമ്മിക്കാനായിട്ട്. ഇത്രയാണ് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാം കേട്ടോ. വലുതായാലും ചെറുതായാലും ഫ്യൂച്ചറിലെ കാര്യം നോക്കിയിട്ട് വേണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. If it is too large, the hospital tend to lose its personal touch, becoming an impersonal and unwieldy machines. ഇനി നോക്കിയേ, ഇനി നമ്മൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ it is too large, നല്ല അളവറ്റ രീതിയിൽ ഹോസ്പിറ്റൽ വലുതാണെങ്കിൽ ആ ഹോസ്പിറ്റലിന് എന്ത് നഷ്ടപ്പെടാം? ഇംപേഴ്സണൽ ആൻഡ് അൺവീൽഡി മിഷൻസ്. ഹോസ്പിറ്റൽ എങ്ങനെ പോലെ ആകാം? അളവറ്റ രീതിയിൽ ഹോസ്പിറ്റൽ ഇപ്പൊ വലുതാണെങ്കിൽ, ഒരുപാട് വലുതാണെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് നഷ്ടപ്പെടുകയും അതൊരു യന്ത്രം പോലെ, ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്നതായും തോന്നാൻ സാധ്യതയുണ്ട്. ഒരുപാട് വലുതാണ് ഇപ്പൊ എല്ലാ ഇതൊന്നും നമുക്ക് ഇതാവണമെന്നില്ല. നമ്മൾ എപ്പോഴും പറയില്ലേ, എപ്പോഴും ചെറുത് തന്നെ നല്ലത്. ഒത്തിരി വലുതാണെങ്കിൽ ചിലപ്പോ നമുക്ക് എല്ലാ ഏരിയയും നമുക്ക് ഒരുപോലെ ശ്രദ്ധ കിട്ടാനോ ഒന്നും ആവണമെന്നില്ല. ഒരുപാട് വലുതാണെങ്കിലേ നമുക്ക് ഇപ്പൊ എല്ലായിടത്തേക്കും ഒരു പേഴ്സണൽ ടച്ച്, വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ കിട്ടണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നെന്നില്ല. ചെറുതാണ് എപ്പോഴും നമ്മൾ നല്ലത്, ചെറിയ ഇതിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യന്ത്രം പോലെ, ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുന്നതായി തോന്നാൻ ഒരു സാധ്യതയുണ്ട്. At the lower end of the scale, the general hospital does not contain fewer than 100 beds before it becomes difficult to provide a different services. Fewer എന്ന് പറഞ്ഞാൽ കുറവെന്നാണ് കേട്ടോ, കുറവ്. ഇനി ഹോസ്പിറ്റലിന്റെ എണ്ണം, ഹോസ്പിറ്റലിന്റെ ബെഡുകളുടെ എണ്ണം 100 താഴെയാണെങ്കിലോ, ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്, ലെസ് ദാൻ കുറവാണ്. 100 ബെഡ്സിൽ താഴെയാണെങ്കിൽ, ഹോസ്പിറ്റലിന്റെ ബെഡ്സ് 100 താഴെയാണെങ്കിൽ എന്താ? ഇറ്റ് ബിക്കം ഡിഫിക്കൽട്ട് ടു പ്രൊവൈഡ് ഡിഫറെന്റ് സർവീസസ്. എന്താ? പലതരത്തിലുള്ള സർവീസ് നൽകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ വലിയ ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്പർ ഓഫ് ബെഡ്സ് നമ്മൾ നോക്കുക, അതിനനുസരിച്ച് ഹോസ്പിറ്റലിന്റെ സൈസ് നമ്മൾ പറഞ്ഞില്ലേ, ബെഡ്സിന്റെ ഇതനുസരിച്ച് ഹോസ്പിറ്റലിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പൊ 100 ബെഡ്സിൽ താഴെയായിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലോ എല്ലാ സർവീസുകളും ഒക്കെ നൽകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ടാകുന്നില്ല അല്ലെ. നമ്പർ ഓഫ് ബെഡ്സ് കുറവാണെങ്കിലോ, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചിലപ്പോ എല്ലാ ഫെസിലിറ്റി അവിടെ കാണണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? 100 താഴെയാണ് ബെഡ്സിന്റെ നമ്പർ എങ്കിൽ ആ ഹോസ്പിറ്റലിന് പലതരത്തിലുള്ള സർവീസ് നൽകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. The general hospital does not contain fewer than 100 beds, for become difficult to provide the different services. A hospital of 200 to 400 beds or thereabout enables adequate department, general surgery, general medicine, eye and ENT, pediatric, obstetrics, general department being large enough to justify the appointment of full-time specialist to the staff civil hospital. Okay. Enough to justify the appointment of full-time specialist സ്റ്റാഫ്. ഒറ്റയടിക്ക് നമ്മൾ കൊടുത്തേക്കുന്നതാണ്, അത് നമുക്ക് കുറച്ചാക്കി പറയാം. സിവിൽ ഹോസ്പിറ്റൽ. ഇനി അവിടെ എന്താ പറഞ്ഞേക്കണെന്ന് അറിയാമോ? അതായത് 200 ബെഡ്സും 400 ബെഡ്സും 200 ബെഡ്സും 400 ബെഡ്സും 200 to 400, 200 മുതൽ 400 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലേ ഇത് പല അവർക്ക് ആശുപത്രി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന്. അത് പല ഡിപ്പാർട്ട്മെന്റുകൾ, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ഐയുടെ സെക്ഷൻ, ENTയുടെ, പീഡിയാട്രിക്, ഒബ്സ്റ്ററ്റിക് എന്നൊക്കെ അറിയാലോ, പ്രസവ സംബന്ധമായിട്ടുള്ളത്, സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ട്.
അത് നമുക്കറിയാലോ. അതായത് ബെഡിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അടുത്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. മനസ്സിലാവണല്ലേ പറയുന്നത്? 100 ബെഡ്സിൽ താഴെയാണെങ്കിൽ ഡിഫറൻറ്റ് സർവീസ് അവിടെ ഇല്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. 100 ബെഡ്സിൽ താഴെയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഇനി 200 to 400 ബെഡ്സ് അതുവരെയുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ഇങ്ങനെയുള്ള മതിയായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളും കൂടി അവിടെ ഉണ്ടാകും. ഏതൊക്കെ? ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ENT, പീഡിയാട്രിക്, ഒബ്സ്റ്ററ്റിക്, ഇങ്ങനെയുള്ള സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നോക്കി, ആൻഡ് ബി ലാർജ് ഇനഫ് ടു ജസ്റ്റിഫൈ അപ്പോയിന്റ്മെന്റ് ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യാ? നല്ല ഈ മേഖലകളിലൊക്കെ നല്ല സ്പെഷ്യലിസ്റ്റിനെ, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ നിയമിക്കാനും അവിടെ സാധിക്കും. ഇവിടെ നോക്കിയേ, സിവിൽ സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ്, സിവിൽ ഹോസ്പിറ്റൽ അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റൽ ഈസ് എ ലാർജ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജ് ഹോസ്പിറ്റൽ ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ബെഡ് സ്ട്രെങ്ത്, അവിടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ലാർജ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആൻഡ് വിത്ത് ബെഡ് സ്ട്രെങ്ത്. എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ട്? 2250 ബെഡ്സ് അറ്റാച്ച്ഡ് ടു BA മെഡിക്കൽ കോളേജ് അഹമ്മദാബാദ് വിത്ത് ആനുവൽ സ്റ്റുഡൻസ്. അപ്പൊ അവിടെ 2250 ബെഡുകളും പിന്നെ അതുപോലെ സ്റ്റുഡൻസ് എത്രയാ? 250 UG സ്റ്റുഡൻസും ആൻഡ് ഹാവിംഗ് 500 PG സ്റ്റുഡൻസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അത്രയും സ്റ്റുഡൻസുകൾ അവിടെ പ്രതിവർഷം പഠിക്കുന്നുണ്ടെന്ന്. 2250 ബെഡുകളും 250 500 PG സ്റ്റുഡൻസും ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ഇനി bed capacity of the hospital is calculated on the basis of these beds assigned exclusively for inpatient care. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി ഈ ബെഡ് കപ്പാസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? The bed capacity of a hospital is calculated. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? On the basis of beds assigned exclusively for inpatient care. Inpatient ഇല്ലേ, അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബെഡുകൾ മാത്രമായും അത് മാത്രമാണ് നമ്മൾ ഏത് ചെയ്യുന്നത്? ഈ ബെഡ് കപ്പാസിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് ഫോർ ഇൻപേഷ്യന്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ബെഡുകൾ, അതാണ് ബെഡ് കപ്പാസിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. For this purpose, beds in the following area are included in the bed count. അപ്പൊ ഏത് ഏരിയകളൊക്കെയാണ് ഇതിനകത്ത് ബെഡ് കപ്പാസിറ്റിയില്, ബെഡ് കൗണ്ടില് ഉൾപ്പെടുന്നത്? ഏതൊക്കെ ഫോർ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ബെഡ്സ് ഇൻ ദ ഫോളോയിങ് ഏരിയ ആർ ഇൻക്ലൂഡഡ്. ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൾപ്പെടുത്തുക. ഇൻ ദ ബെഡ് കൗണ്ട്. ബെഡ് കൗണ്ടില് ഉൾപ്പെടുത്തുന്ന ഏരിയകളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ ഏരിയകളാണ് നമ്മുടെ ഈ ബെഡ് കൗണ്ടില് ഉൾപ്പെടുത്തുന്നത്? ഓക്കെ, ഓക്കെയാണത്. ആ സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ബെഡ് കപ്പാസിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അവിടെ. ബെഡ് കപ്പാസിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബെഡ് കപ്പാസിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് എങ്ങനെയാ? ഓൺ ദ ബേസിസ് ഓഫ് ബെഡ് assigned exclusively, പ്രത്യേകമായിട്ട് ഫോർ ഇൻപേഷ്യന്റ് കെയർ. ഇൻപേഷ്യന്റ് കെയർ അതായത് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, അവർക്ക് വേണ്ടി, ഇൻപേഷ്യന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, അവർക്ക് പ്രത്യേകമായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ബെഡ്സിന്റെ ബേസിസിലാണ്
ഹോസ്പിറ്റലിലെ ബെഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഏരിയകളാണ് ബെഡ് കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെ ഏരിയ നോക്കി? ഒബ്സർവേഷൻ ബെഡ് എക്യുപ്മെന്റ്സ് ആൻഡ് സ്റ്റാഫ്ഡ് ഫോർ ഓവർനൈറ്റ് യൂസ്. ഒബ്സർവേഷൻ, നമുക്ക് ഒബ്സർവേഷൻ ബെഡ്സ്, ഒബ്സർവേഷൻ പേഷ്യൻസിനൊക്കെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റൂലേ? ഇപ്പൊ നമ്മുടെ ആ നൈറ്റ്, ഓവർനൈറ്റ്, അതായത് രാത്രി കാലങ്ങളിലേക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ള ഒബ്സർവേഷൻ ബെഡുകള്, അത് നമ്മള് ബെഡിന്റെ കൗണ്ടില് ഉൾപ്പെടുത്തുന്നുണ്ട്. ഒബ്സർവേഷൻ ബെഡ്സ് equipped and staffed for overnight use. ഓവർനൈറ്റ് യൂസിനുള്ള രാത്രികാല ഉപയോഗത്തിനായിട്ടുള്ള സ്റ്റാഫുകൾക്കായിട്ടുള്ള ബെഡുകള്, പിന്നെ ഒബ്സർവേഷൻ ബെഡുകള്, അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തത് പീഡിയാട്രിക് ബാസിനേറ്റ്. ബാസിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടിൽ എന്നാണ് കേട്ടോ ബാസിനേറ്റ്. Pediatric bassinet and incubators in pediatric department. Pediatric bassinet and incubators in pediatric department. Pediatric ഏതാണ്? pediatric എന്ന് പറഞ്ഞാ പീഡിയാട്രിക് ഏതാ? ശിശുക്കള് അല്ലെ? കുട്ടികള് ചൈൽഡ് നോക്കുന്നതാണ്. അപ്പൊ ഈ കുട്ടികൾക്കുള്ള തൊട്ടില്, പീഡിയാട്രിക് ബാസിനേറ്റ് ആൻഡ് ഇൻക്യുബേറ്റേഴ്സ്, കുട്ടികൾക്കുള്ള ഇൻക്യുബേറ്റേഴ്സ് ഇൻ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്, അതും നമ്മൾ ഈ ബെഡ് കൗണ്ടില് ഉൾപ്പെടുത്തിയേക്കുന്ന രണ്ട് കാര്യങ്ങൾ. 1, 2. ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തേക്കണേ, നമുക്കത് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അവിടെ എന്താ നോക്കിയേ? however beds in the following area do not form a part of count. ബെഡ് കൗണ്ടില് ഉൾപ്പെടാത്ത പാർട്ടാണ്. അപ്പൊ അത് നിങ്ങൾ ആ 3 നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ ആ നമ്പർ അവിടെ വേണ്ട കേട്ടോ. Beds in the following area do not form a part of a count. ഈ പറയുന്ന ഏരിയകളില് നമ്മള് എന്താണ് ബെഡ് കൗണ്ടിൽ ഉൾപ്പെടുന്നില്ല. ഏതൊക്കെയാന്ന് പറഞ്ഞേ? ബാസിനേറ്റ്, തൊട്ടില്, ആൻഡ് ഇൻക്യുബേറ്റേഴ്സ് ഇൻ മെറ്റേണിറ്റി സ്യൂട്ട്. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ പ്രസവ വാർഡ് അല്ലെ? പ്രസവ വിഭാഗം, മെറ്റേണിറ്റി സ്യൂട്ട്. Bassinet and incubators in the maternity suite. പിന്നെ ഏതാണ്? ലേബർ റൂം ബെഡ്സ്, ഡെലിവറി പ്രസവ സമയത്ത് ഉപയോഗിക്കുന്ന ബെഡ്, ലേബർ റൂം ബെഡ്സ്. പിന്നെ അടുത്ത നോക്കിയേ, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ റിക്കവറി റൂം. Another which are not equipped and staffed for overnight. രാത്രി മുഴുവൻ ഉപയോഗിക്കാൻ സൗകര്യമില്ലാത്തതും ആവശ്യത്തിന് സ്റ്റാഫുകൾ ഇല്ലാത്തതുമായിട്ടുള്ള ബെഡുകൾ, ഇതൊന്നും അതിനകത്ത് വരുന്നില്ല. ബെഡ് കൗണ്ടിൽ വരാത്തതാണ് കേട്ടോ, ബെഡ് കൗണ്ടിൽ വരാത്തത്. Bassinet and incubators in the maternity suite, labor room beds, casualty or emergency department, then recovery room, പിന്നെ പറഞ്ഞേക്കുന്ന which are not equipped and equipments ഇതില്ലാത്ത and staffed for overnight. രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത, സൗകര്യമില്ലാത്തതും സ്റ്റാഫുകൾ ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ അത്രയും അതിനകത്ത് വരുന്നില്ല, ബെഡ് കൗണ്ടിൽ വരുന്നില്ല എന്നുള്ളത്. ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ചൂസിങ് എ സൈറ്റ് ആണ്. ഒരു സൈറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. ആദ്യം നമുക്ക് ഇത് ഒരു ഹോസ്പിറ്റല് നിർമ്മിക്കാനായിട്ട് നമുക്ക് എന്താണ്? ഒരു സൈറ്റ് വേണം, ഒരു സ്ഥലം വേണം. നമുക്ക് ആദ്യം സ്ഥലം വേണ്ടേ? നമുക്ക് ഒരു സ്ഥലം വേണം. അപ്പൊ ഫസ്റ്റത്തെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്മള് ഓർക്കണ്ട, വൺ ഓഫ് ദ ഫസ്റ്റ് ടാസ്ക് എന്താ ഓർക്കണ്ട? നമ്മൾ പറഞ്ഞത് ഏതാണ്? വൺ ഓഫ് ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് ദ പ്ലാനിംഗ് ടീം ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ. അല്ലെ? കളക്ഷൻ ഓഫ് ഡേറ്റ. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നോക്കിയേ നിങ്ങള്. ഫസ്റ്റ് ടാസ്ക് ഏതായിരുന്നു ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്റെ? വൺ ഓഫ് ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് പ്ലാനിംഗ് ടീം ഈസ് ദ കളക്ഷൻ ഓഫ് ഡേറ്റ. കണ്ടോ?
നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ അവിടെ? കണ്ടില്ലേ പിള്ളേരെ? ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടാസ്ക് എന്താണ്? ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റ ആണ്. ഇനി ഇവിടെ നോക്കിയേ, സെക്കൻഡ് ടാസ്ക് എന്താന്ന് നോക്കിയേ, പ്ലാനിംഗ് ടീമിന്റെ സെക്കൻഡ് ടാസ്ക് എന്താണ്? The second task of the planning team will be to choose the site for the hospital. ഹോസ്പിറ്റലിനായിട്ടുള്ള സൈറ്റ് തിരഞ്ഞെടുക്കുക. ഏതാണ് സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിനായിട്ടുള്ള സൈറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ടാസ്ക്. ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്യണോട്ടോ. എല്ലാ ടാസ്കത്തിലും ഒരു ടാസ്ക് അങ്ങനെ വരുന്നില്ല അവിടെ. ഓരോന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാനിംഗ് ടീമിന്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ടാസ്ക് ഓഫ് ദ പ്ലാനിംഗ് ടീം വിൽ ബി ചൂസ് ദ സൈറ്റ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് സൈറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അനുയോജ്യമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. നമ്മൾ ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ? നമ്മുടെ സ്ഥലം നോക്കണ്ടേ അല്ലെ? അതിന് ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. എവിടെ വീട് വെക്കണം, ഏത് സ്ഥലത്ത് വെക്കണം എന്നുള്ളതാണ്. സൈറ്റ്, അതാണ് സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത്. ചൂസ് ദ സൈറ്റ് ഫോർ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. സൈറ്റ് കെയർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഇനി സൈറ്റ് കെയർ എന്ന് പറഞ്ഞാൽ സൈറ്റിന്റെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ? For upon the suitability of it will depend on hospital fate and utility in the future. Fate എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം, ഭാവി വിജയം എന്നൊക്കെയാട്ടോ ഫേറ്റ്. അതായത് നമ്മൾ ഈ സൈറ്റ് കെയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ഹോസ്പിറ്റൽ ബിൽഡ് വലിയ ഇത്രയും കഷ്ടപ്പെട്ടുള്ള ഹോസ്പിറ്റലൊക്കെ നിർമ്മിച്ചു വെച്ചിട്ട് അയ്യോ ഇത് കുറെ എല്ലാം കഴിഞ്ഞു, അയ്യോ ഇവിടെ വെക്കണ്ടായിരുന്നു, ഇത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആ ഹോസ്പിറ്റലിൽ എടുത്ത് പൊക്കി വെക്കാൻ പറ്റും അല്ലെ? പിന്നീട് നമുക്കൊരു ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. എവിടെയാണ് ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ കുറെ സ്ഥലമുള്ള ആളുകളാണ്, എവിടെ ഏകദേശം നമുക്ക് എവിടെ വീട് ഇരിക്കണം എന്നുള്ളത് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യണം. സൈറ്റ് കെയർ എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. എന്താ? അതിന്റെ ഭാവി വിജയത്തിന് ഉപയോഗക്ഷമത, ഇതിനൊക്കെ സ്ഥലം എത്രത്തോളം അനുയോജ്യമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആ സൈറ്റ് ഓക്കെ ആണെങ്കിലാണ് ഫ്യൂച്ചറിലേക്കുള്ള വിജയവും അതിന്റെ ഉപയോഗക്ഷമത എന്നൊക്കെ പറയുന്നത്. അതപ്പോ നമ്മൾ എപ്പോഴും നോക്കണം. നമുക്ക് ഇപ്പൊ നമ്മളാണെങ്കിൽ വീട് വെക്കുമ്പോൾ ഏകദേശം നമുക്ക് കറണ്ട് ഒക്കെ എളുപ്പത്തിന് കിട്ടാവുന്ന ഒരു ഇത് വെച്ചിട്ടല്ലേ നമ്മൾ നോക്കണത് അല്ലെ? ഇപ്പൊ നമ്മൾ അടുത്തൊരു നമുക്ക് വലിയ പോസ്റ്റ് ഒന്നും ഇടാതെ നേരെ ലൈൻ വലിച്ച് കിട്ടാവുന്ന ഒരു സ്ഥലത്ത് വീട് വരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കൂലേ അല്ലെ? അതൊക്കെ നമ്മുടെ ഒരു ഐഡിയയിൽ വരണ്ടേ? നമുക്കപ്പൊ ഏകദേശം ഈ സ്ഥാനം കണ്ടിട്ട് വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുണ്ട് ഗുണം. അതായത് കറണ്ട് നേരെ നമുക്ക് വലിച്ചെടുക്കാം, വേറെ പോസ്റ്റിന്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറില്ലേ? അല്ലെങ്കിൽ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് റോഡിലേക്ക് എന്താ ഇവിടെ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടും. അല്ലെങ്കിൽ നേരെ ഫ്രണ്ട് വശം അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ റോഡിന് ഫേസ് ചെയ്ത് കിട്ടും. അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യൂലേ അല്ലേ? അപ്പൊ നമ്മുടെ സൈറ്റ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യമാണ്. എന്തിന്? നമ്മുടെ ഹോസ്പിറ്റലിലെ സ്ഥലം എത്രത്തോളം അനുയോജ്യമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിന്റെ ഫ്യൂച്ചറിലെ വിജയം, അതിന്റെ യൂട്ടിലിറ്റി, ഉപയോഗക്ഷമത എന്നെല്ലാം അതിനെ ആശ്രയിച്ചിരിക്കും. Depend upon, it will depend the hospital fate and utility in the future. വിജയം എന്താണ്? ഫേറ്റ്, ഭാഗ്യം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വിജയം എന്നുള്ളത്. വിത്ത് ഇൻക്രീസിംഗ് ഡിമാൻഡ് ഓൺ ഹോസ്പിറ്റൽ ബെഡ്സ്, പ്ലാനിംഗ് ഫോർ എക്സ്പാൻഷൻ അറ്റ് ദ ഫ്യൂച്ചർ ഡേറ്റ് ഷുഡ് ഓൾവേസ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് റൈറ്റ് അറ്റ് ദ ഔട്ട്സൈറ്റ്. ഇനി നോക്കിയേ, ഇനി ഇവിടെ തന്നെ നമ്മളപ്പോ അത് ഉണ്ടല്ലോ, ഫ്യൂച്ചറിൽ ഹോസ്പിറ്റല് വികസിപ്പിക്കാനുള്ള ഒരു സാഹചര്യം തുടക്കത്തിൽ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ആ സ്ഥലം കണ്ടെത്താൻ.
With the increasing demand on hospital bed, planning for expansion. Expand ചെയ്യുകയെന്ന് വെച്ചാൽ വികസിപ്പിക്കുക, വലുതാക്കുക, ഫ്യൂച്ചർ ഡേറ്റ്സില്. ഇനി ഭാവിയില് അത് വലുതാക്കണം, അപ്പൊ അതും കൂടി നമ്മൾ നോക്കണം, അതിനനുസരിച്ചായിരിക്കണം. അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സ്ഥലം നിർമ്മിക്കാൻ, നമ്മള് സ്ഥലം തിരഞ്ഞെടുക്കാൻ, സൈറ്റ് തിരഞ്ഞെടുക്കാൻ. Should always be kept in mind right at the outset. അപ്പൊ നമ്മൾ എന്ത് നോക്കണം എന്ന് അണ്ടർലൈൻ ചെയ്ത്, ഫ്യൂച്ചർ എക്സ്പാൻഷൻ. പ്ലാനിങ്ങില് നമ്മുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, ഭാവിയില് അല്ലെ, നമ്മൾ ഒരിച്ചിരി സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു, പിന്നീട് നമ്മൾ വലിയ ഇതൊക്കെ ഉണ്ടാക്കി, അയ്യോടാ നമുക്ക് 2 റൂമും കൂടി കൂട്ടിയെടുക്കണമായിരുന്നു, പക്ഷെ നമുക്ക് സ്ഥലമില്ല, അയ്യോ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി എടുക്കാറുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വലിയൊരു എന്താണ് പെട്ടെന്ന് നമ്മൾ പറയാണ് അവിടെ വലിയൊരു സ്വിമ്മിംഗ് പൂൾ അവിടെ വെക്കണം എന്ന് നമുക്ക് തോന്നാം, അയ്യോടാ കുറച്ചും കൂടി നീങ്ങിയിട്ട് വീടായിരുന്നെങ്കിൽ ഇവിടെ സ്വിമ്മിംഗ് പൂൾ പൊള്ളിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ 2 റൂം കൂടി നമുക്ക് പിന്നീട് തോന്നുക 2 റൂം കൂടി കൂട്ടിയെടുക്കണോ? അപ്പൊ 2 റൂം കൂടി കൂട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചറില് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം, അതുകൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് അവിടെ കിടന്നോട്ടെ, ഇച്ചിരി കൂടി സ്ഥലം വേണം എന്നുള്ള രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. ക്ലിയർ ആയോ? ഫ്യൂച്ചറിലെ എക്സ്പാൻഷനും കൂടി കണ്ടുകൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പൊ ഈ എന്തായാലും ഹോസ്പിറ്റൽ പ്ലാനിങ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോ, ഞാൻ ഈ വീടിന്റെ കാര്യം, വീട് നിർമ്മിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതൊരു പെട്ടെന്ന് ക്ലിക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയണേ. അപ്പൊ ഇനി പുതിയതായിട്ട് വീട് പണിയാനൊക്കെ ആണെങ്കിൽ ഇരിക്കട്ടെ അവിടെ. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിക്കണോട്ടോ നിങ്ങൾ വീട് പണിയുമ്പോഴ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ല, അത് ഹോസ്പിറ്റലിലെ വീടുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞോന്നുള്ളൂ. അപ്പൊ ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളത് കൂടി മനസ്സിൽ കണ്ട്, അതിനും കൂടിയുള്ള സ്പേസ് ഒക്കെ കണ്ടുകൊണ്ട് വേണം അത് ആസൂത്രണം ചെയ്യാനായിട്ട്. ക്ലിയർ ആയ മക്കൾ? എത്രയും ശ്രീജക്കുട്ടി ഇവിടെ ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ ബിസിനസ് ഇത് എല്ലാവരും തന്നെ ഇട്ടിട്ട്. അപ്പൊ വീടൊക്കെ പണിയുമ്പോ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞുതരട്ടെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഹോസ്പിറ്റൽ പ്ലാനിങ് പറഞ്ഞ ചാപ്റ്ററിന് ഹോസ്പിറ്റലിന്റെ സൈറ്റ് കാര്യം ഇങ്ങനെ പറയട്ട്, അതുപോലെ തന്നെ നമുക്ക് വീടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തന്റെ വീടൊക്കെ പണിയാം അല്ലെ. പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടോ? പണിതുകൊണ്ടിരിക്കുകയാണോ? അതെ, ലൈന ഇപ്പൊ വീട് പണിതുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, ഹൗസ് വാമിങ് ഉണ്ടാവില്ലേ? ഇവനെയൊക്കെ വിളിക്കോ ഫ്രണ്ട്സിനെയൊക്കെ? നിങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ്? നല്ല എല്ലാവരുമായിട്ട് നല്ല ഇതിലാണോ? വിളിക്കുന്നു പറഞ്ഞിട്ടോ. അപ്പൊ നമുക്കിത് ലൈനയുടെ ഒരു ഹൗസ് വാമിങ് നമുക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, എന്താ ഈ പണിയൊക്കെ ഒരുവിധം തീരാറായോ ലൈനക്കുട്ടി? നമുക്ക് അടുത്ത് തന്നെ താമസം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പ് നല്ല ഇതാണോ, ആക്റ്റീവാണോ? PG5 കുട്ടികളൊക്കെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തോട്ടോ. മെയിൻ വർക്ക് കഴിഞ്ഞു. അതെ, മെയിൻ വർക്ക് കഴിഞ്ഞു എന്നാ പറഞ്ഞേ. ഇനിയിപ്പോ എല്ലാരും ഉണ്ട്, ബാക്കി കുറെ പണികളൊക്കെ അവിടെ കിടക്കണ്ടല്ലേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കുറച്ച് തിക്ക് ഫ്രണ്ട്സിനെയൊക്കെ എന്തായാലും വിളിക്കായിരിക്കും അല്ലെ? നിങ്ങളുടേതായ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ PG5 കുട്ടികൾ? അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നല്ല സൂപ്പർ ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കില്ലേ? 24 പിള്ളേരും ഒക്കെ കോൺവെക്കേഷനെ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പഠിച്ചു മക്കളെ? ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് മിസ്സേ, അപ്പൊ അതിനകത്ത് ഞങ്ങൾ പഠിക്കുന്നു. നിങ്ങൾ എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ പ്ലാനിങ് പഠിച്ച കാരണം നമുക്ക് ലൈനക്കുട്ടിയുടെ ഹൗസ് വാമിങ്ങിന് വിളിക്കാതെ പറഞ്ഞേക്കണേ. ഓക്കെ, എന്റെ ഇതൊക്കെ വിളിക്കുന്നവരൊക്കെ പോയി കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കുറച്ചേ എടുത്തുള്ളൂ, ഒരുപാട് ഓടിച്ച് പോകണ്ടല്ലോ, നമുക്ക് സമയമുണ്ട്, അധികം വേണ്ട, 1.5 ക്ലാസ് കൊണ്ട് തന്നെ തീർക്കാവുകയുള്ളൂ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് മാം അപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.